എന്താണ് കയറണേ? എപ്പം? Psychic phenomena. Ghost, Bigfoot. You actually believe it? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ജോണും വേണം വരെ ഒന്ന് പോയിട്ട് വരാം. തിരക്കിട്ട് ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, നീ വരണ്ട, ഞാൻ വിളിക്കാം. ശരി. Will it carry? It does carry. And it's root. ആരാടാ ജോണ? പിന്നെ എന്തോ ഉടക്കിയ? ഞാൻ അത് വിട്ടടാ. പൊട്ടിച്ചാ? എന്തൊക്കെയായിരുന്നു? അവളെങ്കിൽ ചത്തുകളയും, ആനയാണ്, തേങ്ങയാണ്. ഞാനന്നേ പറഞ്ഞല്ലടാ. പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവർ പറയുമ്പോൾ അവരില്ലെങ്കിൽ ചത്തുകളയും നമ്മളും പറയും. പറയുന്ന കള്ളത്തിലാണെന്ന് രണ്ടുപേർക്കും അറിയാം. പിന്നെ അതങ്ങ് പറയുന്നു, അത്ര തന്നെ. നീ ഫോണിക്കുന്നേ, ഞാൻ ശരിയാക്കി തരാം. ഹലോ, എത്ര ദിവസമായിട്ട് വിളിക്കുക? എന്താ ഫോൺ എടുക്കാത്തെ? എന്നോട് പിണക്ക? ഹലോ ഹലോ, ആരാ ഇത്? ആരാ ഇത്? ഞാൻ അഭി. എന്തി? ഐസിയിലായിരുന്നു. ഹലോ ഹലോ, കണ്ട ഇതാ ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ അടുത്ത് തുടങ്ങുന്ന പ്രേമമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തീരുകയുള്ളൂ. അവളിന് വേറെ ആരെങ്കിലും വിളിച്ചോളും. കാണാൻ കൊള്ളുന്നൊരു പെണ്ണിന് ചെക്കനെ കിട്ടാൻ വലിയ താമസമൊന്നുമില്ല. ഇതിന്റെ മുമ്പിൽ കയറി ഇരിക്കുവാണോ? ഇതാ മോളെ വെള്ളം. എടാ അബി, നീ ആ കുറുപ്പിന്റെ കടയിൽ പോയി വാവിന് ദാഹം വയ്ക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അവൻ അവിടെ ഇരുന്ന് സിനിമ കാണൂല, അവനോട് പറ. പിന്നെ നിന്നോട് പറഞ്ഞ നീ കേൾക്കത്തില്ലല്ലോ. എന്താ ഞാൻ ഈ വീട്ടിൽ ഒന്നും ചെയ്യത്തില്ലേ? ചേട്ടാ, എനിക്ക് ഈ പടം ഒന്ന് വരച്ചരാവോ? എന്ത്? നീ എന്തിനാ കൊച്ചിന്റെ അടുത്ത് ചേർന്നത്? വന്നു വന്നു ഒരു അനുസരണയില്ലാതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അബിയേട്ടനെ എത്ര ഇഷ്ടമാണ്? ഒരുപാട് ഇഷ്ടമാണ്.
ഒരുപാടെന്ന് പറഞ്ഞ ഈ ആകാശത്തോളം, കടലിലെ വെള്ളത്തോളം, ആകാശത്തിലെ നക്ഷത്രത്തോളം. എങ്കിലേ എനിക്ക് അഭിയേട്ടന് അതിലേറെ ഇഷ്ടം. ഓഹോ, എങ്കിൽ ഞാൻ ഈ കടലിലോട്ടങ്ങ് ഇറങ്ങിപ്പോയാലോ? ഞാനും വരും. ഈ ആകാശത്തേക്കൊന്ന് പറന്നു പോയാലോ? ഞാനും വരും. അഭിയേട്ടനെ എവിടെ പോയാലും അവിടെയെല്ലാം ഞാൻ വരും. അഭിയേട്ടാ, പിന്നെ അപ്പോൾ ഞാനാണ് പോകുന്നതെങ്കിൽ അഭിയേട്ടൻ എന്ത് ചെയ്യും? വേറെ കാണാൻ കൊള്ളാവുന്ന സുന്ദരി പെണ്ണെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. അയ്യടാ, അങ്ങനെ ഇപ്പൊ മോശിക്കണ്ട. അങ്ങനെ എങ്ങാനും ഞാൻ പോയാലേ ഒറ്റയ്ക്ക് പോകും. വന്ന അഭിയേട്ടനെ കൊണ്ട് എന്തായി കിരണേ? പേടിക്കാനൊന്നുമില്ല. അവളുടെ വീട്ടിലെന്തോ പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്ത നാട്ടുകാർ പറഞ്ഞേ. ഞങ്ങളിപ്പോൾ ശംഭുവിൻ്റെ വീട്ടിലുണ്ട്. പിന്നെ നിന്റെ ഫോട്ടോ വല്ലതും അവളുടെ കയ്യിൽ? ഇല്ലടാ. നിങ്ങളുടെ കാര്യം വേറെ ആർക്കെങ്കിലും? ഞങ്ങൾ നമ്മുടെ റിലേഷൻ അവളുടെ ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല. നേരിൽ കാണാൻ വന്നപ്പോഴൊക്കെ അവൾ ഒറ്റക്കാണ് വന്നിട്ടുള്ളത്. അവളെ എഴുതി വെച്ച ലെറ്റർ സീനാണെന്ന് ഞാൻ വിചാരിച്ചത്. ലെറ്ററോ? എന്ത് ലെറ്റർ? ഒന്നുമില്ലടാ, അവളുടെ സന്തോഷം അവളോട്ട് പോയെന്നോ അതെന്താടി അവളെങ്ങോട്ടോ പോകുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു കുറിപ്പ്. അവളുടെ വീട്ടിലും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ നാട്ടുകാർ പറഞ്ഞേ. എന്തായാലും നമുക്ക് സീനില്ല. എടാ, ഞാൻ ശംഭുവിൻ്റെ വീട്ടിലോട്ട് വരാം. ശ്രീ, കളിക്കരുത്. എനിക്ക് ഒന്നാമത് തലവേദന എടുത്തിരിക്കുവോ? ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഒരു പടം പോലും വരച്ചു തരത്തില്ല. വേഗം കഴിക്കുമോളെ. ഓ, ഇറങ്ങിയോ? വീട്ടിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മാത്രമേ നിനക്ക് വയ്യായികയുള്ളൂ. നിർത്ത്. ഞാൻ ആ ശംഭുവിന്റെ വീട്. ഈ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് സമയമില്ലെന്ന്. എന്തുകൊണ്ട് സമയമില്ല? നിനക്ക് സിനിമയ്ക്ക് പോകാനും കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാൻ സമയമുണ്ടല്ലോ. ഓ, അവളോട് വരുന്നുണ്ടെങ്കിൽ വരാൻ പറ, ഞാൻ പോണു. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. എന്നാ താക്കോൽ. ഡാബി, കാറ് സർവീസിന് കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അതൊന്ന് കൊടുത്തിട്ട് പോടാ. നാളെ എങ്ങനെ കൊടുക്കാം. നിന്നോട് ഈ ജോസഫ് സാറിന് ഈ ബുക്കൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ കൊടുത്തു? മറന്നുപോയി. നാളെ കൊടുക്കാം. കണ്ടോ, ഒരു അനുസരണ ഇല്ലാണ്ടായി. ഞാൻ പോവാണേ. വണ്ടി ആവശ്യമുണ്ടോ? ഞാൻ വണ്ടി എടുക്കുവാണേ.
അബി, പേടിക്കാനൊന്നുമില്ല. അവള് വീട്ടിലെന്തോ പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്തതാ. വീട്ടിലെന്തോ പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒന്നുമില്ലടാ. അവളുടെ സന്തോഷം അവളെ പോയെന്നാ ഞാൻ പേടി. അതടി അവളെ അങ്ങോട്ട് അങ്ങനെ എങ്ങാനും ഞാൻ പോയാലേ ഒറ്റയ്ക്ക് പോകുന്ന അബിയേട്ടനെ കൊണ്ട് നോക്കിക്കോ. അവളുടെ സന്തോഷം അവളെ വിട്ട് പോയെന്നോ. അതടി അവളെ അങ്ങോട്ട് പോകുന്നു. അവളെ വിട്ട് പോയെന്നോ. അവളെ അങ്ങനെ എങ്ങാനും ഞാൻ പോയാലേ ഒറ്റയ്ക്ക് പോകില്ല. അബി, ഹലോ ഹലോ അബി, ഹലോ ഹലോ. ആടാ, ഞാൻ ശമ്പൂരിലോട്ട് വരണം. വേഗം കഴിക്കും മോളെ. ഓ ഇറങ്ങിയോ? വീട്ടിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മാത്രമേ നിനക്ക് വയ്യായികയുള്ളൂ. എടേ, ഈ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടു. നിനക്ക് സിനിമയ്ക്ക് പോകാനും കൂട്ടുകാരോട് പറഞ്ഞ സമയമുണ്ടല്ലോ. എടേ, ഈ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടു. താക്കോൽ കാറ് സർവീസിനോട് ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച. അതൊന്ന് കൊടുത്തിട്ട് പോകണം. നിന്നോട് ഈ ജോസഫ് സാറിന് ബുക്ക് കൊടുക്കാൻ വേണ്ടി നീ കൊടുത്തു. ആ കാറും സർവീസിന് കൊടുക്കും. ഡേറ്റ് കഴിഞ്ഞു പോകുന്ന വഴി ഈ ബുക്ക് കൂടെ ജോസഫ് സാറിന്